മക്കളെ വളർത്തേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ കൊടുക്കുന്നതാണ്, നിങ്ങൾ നടുന്നതാണ് അവരിൽ വളരുക. നിങ്ങൾ കൊണ്ടുപോകുന്നതിലൂടെയാണ് അവർ നടക്കുക, നിങ്ങൾ നയിക്കുന്നതിലൂടെയാണ് അവർ ചരിക്കുക. ചരിത്രം എടുത്തു നോക്ക് പ്രിയപ്പെട്ടവരെ. ഇന്ത്യൻ രാഷ്ട്രപതി ഗാന്ധിജിയോട് ചോദിച്ചിട്ടുണ്ട്, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മുന്നിൽ മുട്ടുവറക്കാതെ നിന്ന ഗാന്ധിജിയോട് ചരിത്രകാരന്മാർ ചോദിച്ചിട്ടുണ്ട്, എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഈ സഹനം, എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഈ ധൈര്യം, എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഈ ക്ഷമ? ഗാന്ധിജി പറയുന്നുണ്ട്, പുത്ലിബായി എന്ന് പറയുന്ന ഒരു ഗ്രാമവാസിയായ എൻ്റെ അമ്മ നോയമ്പ് നോൽക്കുമായിരുന്നു. പല ദിനങ്ങളിലും നോയമ്പ് നോറ്റ് കഴിഞ്ഞാൽ വിശന്ന് പട്ടിണി കിടന്ന് ക്ഷീണിതയായി പോയാലും എൻ്റെ അമ്മ ആ നോമ്പ് ഒഴിവാക്കിയിരുന്നില്ല. ആ അമ്മയുടെ ദൃഢനിശ്ചയം, ആ അമ്മയുടെ സഹനശക്തി, ആ അമ്മയുടെ ക്ഷമ. 120 കോടി മനുഷ്യർ ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഗ്രാമവാസിയായ ഒരു പെണ്ണിൽ നിന്ന് ഗാന്ധിജി എന്ന് പറയുന്ന രാഷ്ട്രപിതാവ് പഠിച്ച ക്ഷമയുടെയും സഹനത്തിൻ്റെയും പാഠമാണ് പ്രിയപ്പെട്ടവരെ അത്. ഹിറ്റ്ലറെ കുറിച്ച് പറയാറുണ്ട്, 18ാമത്തെ വയസ്സിൽ മരിച്ചുപോയ തൻ്റെ അമ്മയുടെ ഫ്രെയിം ചെയ്തു വെച്ച ചിത്രം തലയിണക്കടിയിൽ വെച്ചിട്ടായിരുന്നു ഹിറ്റ്ലർ കിടന്നുറങ്ങിയിരുന്നത്. നാസി ക്യാമ്പുകളിൽ ക്രൂരമായ കൊലപാതകങ്ങൾ, കിരാത താണ്ഡവങ്ങൾ നടത്തി തിരിച്ച് തൻ്റെ ടെൻറ്റിലേക്കും റൂമിലേക്കും വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ കരഞ്ഞിരുന്നു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നത് തൻ്റെ അമ്മയുടെ രൂപത്തിൻ്റെ മുന്നിൽ മാത്രം. അയാളുടെ മനസ്സുകൾ അലിഞ്ഞിരുന്നത് തൻ്റെ അമ്മയുടെ രൂപത്തിൻ്റെ മുന്നിൽ മാത്രം. ക്ലാര എന്ന് പറയുന്ന ആ ജർമ്മൻകാരി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷേ 60 ലക്ഷത്തിലധികം വരുന്ന നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ രക്ഷപ്പെടുമായിരുന്നു. പറഞ്ഞു വരുന്നത്, ഒരു കുട്ടിയെ യഥാർത്ഥ രീതിയിൽ എന്താകണ്ട എന്ന് തീരുമാനിക്കുന്നത്, ആ ഉത്തരവാദിത്തം അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത് ഉമ്മമാരെയാണ്, സ്ത്രീകളെയാണ്. വലിയ ഉത്തരവാദിത്തമാണത്.